13-ാമത്തെ വാക്യത്തിൽ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവയെ ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും. ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തോട് ഹബക്കൂക്ക് പറയുകയാണേ, 1 നീ പ്രാർത്ഥന കേൾക്കാത്തവനാണ്, 2 നീ രക്ഷിക്കാത്തവനാണ്, 3 നീ പ്രവർത്തിക്കാത്തവനാണ്, 4 നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാത്തവനാണ്, 5 നീ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നവനാണ്. 1-ാം അധ്യായത്തിൽ ഹബക്കൂക്കിനുണ്ടായ അനുഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? കർത്താവെ, നീ രക്ഷിക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എന്ത്? നീ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ത്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നത് എന്ത് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അതൊരു 1-ാം അധ്യായം കേട്ടോ. പക്ഷെ 2-ാം അധ്യായം എടുത്തേ, ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം എടുത്തേ, 2-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യങ്ങൾ. യഹോവ എന്നോട് ഉത്തരം അരുളിയത് കണ്ടോ. 1-ാം അധ്യായത്തിൽ മിണ്ടാതിരിക്കുന്ന ദൈവം, ശ്രദ്ധിച്ചോ, മിണ്ടാത്ത ദൈവം, ഉത്തരം പറയാത്ത ദൈവം, മറുപടി തരാത്ത ദൈവം, ദുഷ്ടന്റെ ദോഷം കണക്കിടാത്ത ദൈവം, വെറുതെ നോക്കി നിൽക്കുന്ന ദൈവം. പക്ഷെ 2-ാം അധ്യായത്തിൽ വന്നപ്പോ രംഗം മാറി. എന്താണ്? ദൈവം ഹബക്കൂക്കിന് ഉത്തരം കൊടുത്തു. ജീവിതത്തിൽ ദൈവം എന്തേ ഈ വിഷയത്തിന് മറുപടി തരാത്തത്? ദൈവം എന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? ദൈവം എന്തേ പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് എന്നൊരു 1-ാം അധ്യായം നിങ്ങൾക്കുണ്ടെങ്കിൽ, മക്കളെ, 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരില്ല. നിന്റെ ജീവിതത്തിൽ ഒരു 2-ാം അധ്യായം ഉണ്ടാകും. ദൈവം സംസാരിക്കുന്ന, ദൈവം ഇടപെടുന്ന, ദൈവം മറുപടി തരുന്ന, ദൈവം ഉത്തരമരുളുന്ന, ദൈവം ദർശനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു 2-ാം അധ്യായം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് ഇന്ന് ഈ സന്ദേശം ഏറ്റെടുക്കുന്നവർ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ദൈവം മിണ്ടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദൈവം നോക്കി നിന്ന ഒരു 1-ാം അധ്യായമുണ്ട്. ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരുന്ന ഒരു 1-ാം അധ്യായമുണ്ട്. എന്തേ ദൈവമേ നീ അവിടുന്ന് പ്രവർത്തിക്കാത്തത്, മിണ്ടാതിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ച ഒരു 1-ാം അധ്യായമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ അറിയിക്കുന്നു, ഈ ഒരു 1-ാം അധ്യായം കൊണ്ട് നിന്റെ ചരിത്രം തീരുന്നില്ല, നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിനക്കൊരു 2-ാം അധ്യായമുണ്ട്. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന